ചൈന പോയിട്ടുണ്ട്. ചൈന പോയിട്ടില്ല ഞാൻ. എനിക്ക് ചൈനീസ് ഫുഡ് വലിയ താല്പര്യമില്ല. സ്പൈസി സോസുകളുടെ ഒരു ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ മോമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സൈഡ് നമ്മുടെ ഭൂട്ടാൻ ആ സൈഡിലത്തെ ഭക്ഷണമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെയൊക്കെ ഡയറ്റീഷ്യൻ ഡോക്ടറും പറയില്ലേ ഇന്ന സാധനം കഴിച്ചാൽ പ്രശ്നമാണ്, പക്ഷെ മറ്റൊരു രാജ്യത്ത് അവരതായിരിക്കും കഴിക്കുക. അപ്പോൾ ഈ ശരീരം എന്ന് പറഞ്ഞ സാധനം എങ്ങനെയായിരിക്കും ഇതിനെ കൺസ്യൂം ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡിപ്പെൻസ് ഓൺ. അതിപ്പോൾ നമ്മളോട് പറയുമ്പോൾ തടികൂടി പറയും കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെ കഴിക്കരുത്, അധികം കഴിക്കരുത്, കാർബ് കുറക്കണം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ചില കൺട്രീസിൽ അവരെ സ്വീറ്റ് പൊട്ടാറ്റോ, ഇപ്പോൾ US അവരൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോ അവരുടെ മെയിൻ ഫുഡ് ഡിഷ്. അത് നന്നായി കഴിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ ബാലൻസ് ചെയ്യുന്നുണ്ട് അവർ. ഇപ്പോൾ സാലഡ്സ് ആയാലും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ അറബ്സ് കഴിക്കുന്നത് നമ്മൾ പറയും അറബിക് ഭക്ഷണം നല്ലതാണ്, അത് കഴിച്ചാൽ മതി. ഇപ്പോൾ അറബ്സിൻ്റെ കൂടെ കൊടുക്കുന്ന കുറേ ലീഫ് കണ്ടിട്ടുണ്ടല്ലോ, ചെറു പോലത്തെ ലീഫ് സാലഡ്സ്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഇത് കൊണ്ടുതരും, നമ്മളിത് കഴിക്കില്ല. എന്തുകൊണ്ടായിരിക്കും മലയാളി സാലഡ്സ് അധികം കഴിക്കാത്തത്? ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ശീലമില്ലാത്തതുകൊണ്ട്. അതെ. അറബ് കഴിക്കുമ്പോൾ അറബായ സാലഡ് എടുത്ത് അത് ചിക്കൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കുക, അത് ചുരുട്ടി പിടിച്ച് ബ്രെഡിൻ്റെ കൂടെ എടുത്ത് കഴിക്കും. അത് അവൻ്റെ കൾച്ചർ അല്ല, അത് യൂറോപ്പിൻ്റെ കൾച്ചർ. അവൻ ആ കൾച്ചർ പഠിച്ചു, അതുകൊണ്ട് അപ്പോൾ ഹെൽത്തി ആയി നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ടച്ചിങ്സിന് ഒരു ഇത് ഉപയോഗിക്കില്ല, നമ്മൾ ടച്ചിങ് അച്ചാറേ ഉപയോഗിക്കുള്ളൂ. സീരിയസ്ലി ഇല ഉപയോഗിക്കില്ല. ആ ഇലയ്ക്ക് ഒരു ചെറിയ കയ്പുള്ള ഇലയാണ്, പക്ഷെ ഭയങ്കര ഹെൽത്തി. പക്ഷെ ഇപ്പൊ കൊച്ചിയിലൊക്കെ അത് അത്യാവശ്യം ആളുകൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ. ഇഷ്ടംപോലെ ലെറ്റൂസോ അങ്ങനെ എന്തോ അല്ലേ? അത് ലെറ്റ്യൂസ് അല്ല, ഇതിന് ജർജർ ലീവ്സ് എന്നാ പറയാ. ലെറ്റ്യൂസ് ഉണ്ട്, ലെറ്റ്യൂസ് പറയുന്നുണ്ട്. നമുക്ക് ചീര, മൈസൂർ ചീരയും 2 കളറുള്ള ചീര മാത്രമേ അറിയത്തുള്ളൂ. അതൊക്കെ കഴിച്ചാൽ തന്നെ പിന്നെ മുരിങ്ങയുടെ ഇലയൊക്കെ നമുക്ക് തരത്തുള്ളൂ. ചില സമയത്ത് ഈ വഴുതനയുടെ തണ്ടൊക്കെ എടുത്ത് തള്ളകറി വെച്ച് തരും, സോറി മമ്മി കറി വെച്ച് തരും. അങ്ങനെയുള്ള സാധനങ്ങൾ, നാടൻ സാധനങ്ങൾ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ചീര കൂടുതൽ ഇഷ്ടം. ചീര ഇഷ്ടം. ലീഫിയുടെ ചീര, മുരിങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നത് മുരിങ്ങയാണ് കൂടുതൽ. ഇത്രയും രാജ്യത്ത് പോയി ഇത്രയും ഫുഡ് കഴിച്ചിട്ടുണ്ട്. ബാസിം ഇഷ്ടപ്പെട്ടല്ലേ? അല്ല, അത് ഇഷ്ടപ്പെട്ട ഫുഡ് പറയണ്ട. അല്ല, അത് ചോദ്യം ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അതെ, അതല്ല ചോദിച്ചത്. ബാസിം സ്വന്തമായി ഉണ്ടാക്കി കഴിച്ച ഒരു ഭക്ഷണം, സ്വന്തമായിട്ട് വളരെ ഡിഫിക്കൽട്ടി ആയിട്ട് ഉണ്ടാക്കി കഴിച്ച ഭക്ഷണം നമ്മുടെ ഓംലെറ്റ് ആണ്. ഓംലെറ്റ്. പിന്നെ ചായ ഉണ്ടാക്കുമോ? ചായ ഉണ്ടാക്കും, അതൊക്കെ വളരെ ടാസ്ക് പിടിച്ച പരിപാടി. ഇത്രയും അഭിപ്രായം പറയുമ്പം എന്തുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കാത്തത്? ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല എന്തുണ്ടാക്കിയാലും. ഞാൻ 3 മണിക്കൂർ കൊണ്ട് മീൻകറി വെച്ചിട്ടുണ്ട്. 3 മണിക്കൂർ കൊണ്ടല്ലേ? 3 മിനിറ്റ്. ഇപ്പോൾ 3 മിനിറ്റ് ഇപ്പോൾ റെഡി ടു ഈറ്റ് ഒരുപാട് സാധനം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അല്ല, എന്നാലും ഒരു ഹോട്ടൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇപ്പം ആഗ്രഹമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്യും. ആ എക്സ്പെക്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നെവർ. അപ്പോൾ ഏത് വ്യക്തി ഒരു ഹോട്ടൽ തുടങ്ങിയാലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തൊരു ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർ ടേസ്റ്റ്, ഞാൻ പറയാം, ടേസ്റ്റ് ബഡ്സും ടേസ്റ്റ് പ്രിഫറൻസും അനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു 100 പേര് വന്നാൽ അതിലൊരു 70 ഏറ്റവും ബെസ്റ്റ് ഫുഡാണെങ്കിൽ തന്നെ ഒരു 70% പേരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും 100% സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എത്ര നല്ല ഭക്ഷണമാണെങ്കിൽ പോലും. അത് 2 ഐറ്റം മാത്രം കച്ചവടം ചെയ്യണം, അത് മാത്രം കഴിക്കാൻ ആൾ വന്നാൽ മതി. പക്ഷെ എന്നാലും അതിനും കുറ്റം പറയാൻ ആളുകൾ. അത് കുറ്റമല്ല, അത് ഓരോരുത്തർ പ്രിഫറൻസാണ്. പക്ഷെ വേണം വെച്ച് കുറ്റം പറയുകയാണെങ്കിൽ അങ്ങനെ അത് വേറെ ഉണ്ട്, അല്ലാതെ ആണെങ്കിലും. ഈ വയനാട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ അത്യാവശ്യം നമ്മളെ അസോസിയേഷൻ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അത് നാട്ടിലുള്ളതാണ്, ഇവിടെ ഉള്ളതാണ്? നാട്ടിലുള്ളതാണ്. അത് എന്താണ് അതിൻ്റെ ഒരു ആ കമ്മിറ്റിയുടെ ഒരു പരിപാടി? നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കൊരു ഏകകണ്ഠമായ ഒരു തീരുമാനങ്ങൾ എടുക്കാതെ ഇപ്പോൾ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ സർവീസസും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് നമ്മളെ ഖാദർ എന്ന് പറയും, ഖാദർ കരിപ്പൊടി. മീഡിയയിലൊക്കെ ഉള്ള ആളാണ്, ഒരു ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. പബ്ലിക് കേരള. ഓക്കെ. പിന്നെ പ്രസിഡന്റ്, പിന്നെ ജനറൽ സെക്രട്ടറി അറിയാം, നമ്മളെ ബിഗ് ബോസിലുണ്ടായിരുന്ന സായി, സീക്രട്ട് ഏജന്റ്. ഓക്കെ. പിന്നെ ട്രഷററായിട്ട് നമ്മളെ മൊയ്നൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ ആളുണ്ട്. മൊയ്നൂക്ക് കുറച്ച് ഏജ്ഡ് ആയ ആളാണ്. ആളാണ് നമ്മളെ സീനിയർ ആള്. ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, മോർ ദാൻ 100 അടുത്തുണ്ട്. എല്ലാ കാറ്റഗറിയിലെ ആളുകളും ഉണ്ട്. ഈ കണ്ടന്റ് ദാരിദ്ര്യം വരാറുണ്ടോ? കണ്ടന്റ് ദാരിദ്ര്യം വരാറില്ല, കാരണം നമ്മളെല്ലാ നേരം ഭക്ഷണം കഴിക്കുന്നതാണ്. ഈ പുതിയ വ്ളോഗേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്താണ് നിങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യണേ? എന്താ പറയുക, നമ്മളൊരു പണ്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു മേഖലയിൽ
നമ്മളൊരു സംഭവം ഉണ്ടാക്കിയോണ്ട് നമ്മൾ ഇന്നും അതേ ഇതിൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് കണ്ടന്റ് ദാരിദ്ര്യം അല്ലെങ്കിൽ പുതിയ ആൾ വന്നപ്പോൾ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യുന്നില്ല. നമ്മളെ സ്റ്റൈൽ നമ്മൾ ഇന്നും പോകുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാലും സുഖമായിട്ട് ഇതുവരെ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഭക്ഷണം കഴിക്കാനാണ്. തീർച്ചയായിട്ടും. രാത്രി എന്താ കഴിക്കുക? എല്ലാം കഴിക്കും. ഇന്ന ഫുഡൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇന്നൊന്നുമില്ല? ബ്രേക്ക്ഫാസ്റ്റ് നോർമലി കേരള സ്റ്റൈൽ ആണ് കൂടുതൽ ഇഷ്ടം. കൂടുതലും കഴിക്കുന്നത് വെജാണോ നോൺ വെജാണോ? ബ്രേക്ക്ഫാസ്റ്റോ? ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിക്കുന്നത് വെജ് തന്നെയാണ്. ഒരു ഫുഡ് ബ്ലോഗർ ആകാൻ താല്പര്യപ്പെടുന്ന ഒരു ആളൊപ്പം എന്ത് ഉപദേശിക്കുകയും കൊടുക്കുക? എന്നോട് മത്സരിക്കരുതെന്നല്ല. അല്ല, ആരും ഈ മേഖലയ്ക്ക് വരേണ്ടത് വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അങ്ങനെ പറഞ്ഞാൽ ആരും വരാതിരിക്കുള്ളൂ. എന്താ നമ്മൾ ചെയ്യുന്ന ഒരു വേറൊരാളെ കണ്ടിട്ട് വ്ളോഗ് തുടങ്ങരുത്. നമ്മളെ സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളെ എങ്ങനെയാണോ അതിൻ്റെ റിയലായിട്ട് ഇപ്പോൾ വ്ളോഗിങ്ങിനായിട്ട് എന്താ ഒരു ബോഡി ലാംഗ്വേജോ ഒരു ലാംഗ്വേജോ അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്റ്റൈലോ ഒന്നും തുടങ്ങരുത്. സ്വന്തം എന്താ ഉള്ളത് തുടങ്ങുക. അങ്ങനെ ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ ചില ഹോട്ടൽസിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി കഴിയുമ്പം ആ ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാനൊക്കെ ബില്ല് കൊടുത്തിട്ട് ചേട്ടാ അത് കൊള്ളൂല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു പ്രാവശ്യം അതെന്താ കൊള്ളാത്തേ എന്ന് ചോദിച്ചിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരോട് ഹോട്ടലുകാരോട് പറയണമല്ലോ. അത് നമ്മളോടൊന്നും പറയില്ല. എന്താ അറിയോ, നമ്മളെ വീഡിയോ കാണുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അപ്പോൾ ആ സാധനം ചില റെസ്റ്റോറൻറ്റ് പോയി ഞാൻ പറയും പൊറോട്ട എടുക്കണ്ട കേട്ടോ പറയും. നിങ്ങളോട് പിന്നെ പറയും. കാരണം നമ്മൾ വീഡിയോ കാണുന്ന ആളുകളാകുമ്പോൾ അപ്പോൾ അവർ ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കാമല്ലോ, പക്ഷെ ഓരോ ഒരു ഇത് വെച്ചിട്ട് പൊറോട്ട അങ്ങനെ എടുക്കണ്ട കേട്ടോ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അല്ല കുഴപ്പമില്ല, അല്ല വേണ്ട, അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു മൂടാണ് പോകും. ഭക്ഷണത്തോട് പ്രണയമാണോ ഇഷ്ടമാണോ എന്താണ്? പ്രണയം ഇഷ്ടമൊന്നല്ലേ? അല്ല, രണ്ടാണോ? രണ്ടല്ലേ? ആണോ? പ്രണയമുണ്ടോ? ഭക്ഷണത്തോടല്ല, മറ്റേ പ്രണയമുണ്ടോ? പ്രണയമുണ്ട്. പ്രണയിച്ച് വേണം കല്യാണം കഴിച്ചത്. പ്രണയിച്ചോണ്ട് പുള്ളിക്കാരി എങ്ങനെ കണ്ടേ? ഇൻസ്റ്റാഗ്രാം. ആരെയാന്ന് ഇല്ലല്ലോ? അല്ല ആരെയല്ല, ഞാൻ എവിടെയെന്ന് ആലോചിച്ചു. ആരെയെന്ന് ഒരിക്കലും ആലോചിക്കില്ല, കാരണം അവളിപ്പോൾ ഇന്റർവ്യൂ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ ആണ് കാണുന്നത്. അപ്പം പുള്ളിക്കാരി ഈ നിങ്ങളുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടതാണോ? അങ്ങനല്ല, എൻ്റെ നാട്ടുകാരിയാണ്. വീട്ടിൽ നിന്ന് വളരെ അധികം ദൂരമുണ്ട്, ഒരു 1 കിലോമീറ്റർ താഴെയാണ്. അങ്ങനെ കണ്ട് ചെറുപ്പത്തിലറിയാം. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ്, അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് പേജുള്ളത് സമയത്തിനോട് ഭക്ഷണം സജസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തോ തോന്നുന്നു, എവിടെ പെരുന്തൽമണ്ണ ഭക്ഷണം അവിടെ കിട്ടുന്നത് അങ്ങനെ എന്തോ ഓർമ്മയിട്ടില്ല, കാരണം ഒരു 5-6 വർഷം മുമ്പത്തെ ചാറ്റാണ്. പുള്ളിക്കാരി ഭക്ഷണത്തോടെ എങ്ങനെയാ? നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പം നിങ്ങൾ നിൽക്കാതെ കഴിഞ്ഞാൽ അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ പുള്ളിക്കാരി ചോദിക്കും നമുക്കിനി ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എന്നും പുറത്ത് കഴിച്ചാൽ മതി. ഒരുവിധം പുറത്ത് തന്നെ കഴിക്കാറ്. അപ്പോൾ എന്താ വിവാഹ സങ്കല്പമൊക്കെ എന്താ? കഴിഞ്ഞല്ലോ, വിവാഹം കഴിഞ്ഞല്ലോ, സങ്കല്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ പഠിച്ചത് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മളതിൻ്റെ കൂടുതൽ ഷൂട്ടുകൾ വരെ കോഴിക്കോടാണ് ഉണ്ടാവുക. നമ്മളങ്ങനെ നമ്മൾ കാണുന്നതും അവിടെ വെച്ചിട്ടാണ് ഇഷ്ടത്തിലാവണതൊക്കെ. നമ്മൾ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, ഭക്ഷണം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നാറുണ്ടോ? ഇതൊക്കെ ഭയങ്കര കേടല്ലേ എന്ന് ആലോചിച്ച് നോക്കും അല്ലേ? ഒരു പരിധി വരെ ഇപ്പോൾ നമ്മളൊരിക്കലും വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം, ഹൈജീനോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരിക്കലും നമുക്ക് ഹോട്ടലിൽ കിട്ടില്ല. സത്യമാണ്. നമ്മളൊക്കെ അതിൻ്റെ ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഇതാണ് നമ്മളെ ജോലി, അതായത് നമ്മളെ ശരീരം നമ്മൾ കേടുവരുത്തിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും അല്ല കേട്ടോ, എല്ലാ റെസ്റ്റോറൻറ്റ് ഓണേഴ്സും അങ്ങനെയാണെന്നല്ല പറയണത്. ഹൈജീനെ അല്ലാത്ത ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്ത ചില റെസ്റ്റോറൻറ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ല. അതായത് ഹെൽത്തിൻ്റെ ഇഷ്യൂ ആയിട്ട് ഇതുവരെ ഒന്നും വന്ന് എൻ്റെ അറിവിലില്ല. എങ്കിൽ പോലും ഒരിക്കലും ഹൈജീൻ ആവാത്ത ഒരുപാട് റെസ്റ്റോറൻറ്റ് നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ചൂണ്ടി പറയാനൊന്നുമില്ല, കണ്ടിട്ടില്ല ഒന്നും. കേരളത്തിലുള്ള നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഫുഡ് ബ്ലോഗറിൻ്റെ പേര് പറയാമോ? വളരെ ക്ലോസ് ആയപ്പോൾ ഞാനിപ്പോൾ കോൺടാക്റ്റ് വളരെ കുറവാണ് എല്ലാവരോടും. ഒരുപാട് പേരെ നമ്മൾ കോൺടാക്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളെ കേരള ഫുഡിൻ്റെ ഗോവിന്ദ് ഉണ്ട്, നമ്മുടെ സുഹൃത്താണ്. പിന്നെ വേറെ സൈഡിലിപ്പോൾ കാലിക്കറ്റൊക്കെയാണ് അശ്വലുണ്ട്, കോഴിക്കോട്ട് എന്നും പറഞ്ഞ ആൾ ഉണ്ട്. പിന്നെ നമ്മുടെ എറണാകുളത്ത് ഈറ്റ് കൊച്ചി ഈറ്റ് ഉണ്ട്, നമ്മളെ കാർത്തികിനൊക്കെ പരിചയമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈറ്റ് കൊച്ചി ഈറ്റ് ഒരാളല്ല, ഒരു കൂട്ടായ്മയാണ്. അതിൽ കാർത്തിക്കാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. ഒരാളല്ലേ മരിച്ചു പോയത്? അത് രാഹുൽ മരണപ്പെട്ടു. പരിചയമുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അറിയില്ല, ഞാൻ ന്യൂസിൽ. അതൊരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു കേട്ടോ. നമ്മളിൽ കൊച്ചിയിലുള്ളപ്പം ആ പേജ് കയറി നോക്കി ഇന്ന ഹോട്ടലിൽ പോകാം. എനിക്ക് കൊണ്ട് നെല്ലിക്കയുടെ ഒക്കെ അവരാ ചെയ്തത്. ഒരു കഞ്ഞി കിട്ടുന്ന കടയുണ്ട്, നെല്ലിക്ക കഞ്ഞി കിട്ടുന്ന കാക്കനാട് ഒരു കടയുണ്ട്.
അതൊക്കെ അവരാ പറഞ്ഞു. അപ്പോൾ രാഹുൽ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തതായിരുന്നു തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്. കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയും ഇപ്പം നിങ്ങൾക്ക് ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ അറിഞ്ഞ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇതിന് ഓഫീസുണ്ടോ, ഇതിന് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടോ? ഇല്ല, എന്നെ നേരിട്ട് വിളിക്കുന്നു, ഞാൻ പോകുന്നു. അത്രേ ഉള്ളൂ. ഈ ഇന്ത്യക്ക് അല്ലാതെ കേരളത്തിന് പുറത്തെ ഷോപ്പുകളിലേക്ക് മലയാളികൾ വിളിച്ചിട്ടുണ്ടോ? ഇപ്പം കൽക്കട്ടയൊക്കെ പോയിട്ടുണ്ടോ? കൊൽക്കട്ട പോയിട്ടുണ്ട്, ഡൽഹി പോയിട്ട്, ഇതെല്ലാം മെട്രോ സിറ്റിയും എല്ലാം കവർ ചെയ്തതാണ്. ചെന്നൈ. ഓ, ഇപ്പോൾ ഏത് നഗരങ്ങളിലാണ് കുറച്ചും കൂടെ വെറൈറ്റി നല്ല രസമുള്ള ഫുഡ് കിട്ടുക? എനിക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഹൈദരാബാദാണ്. ഹൈദരാബാദാണ്. അതായത് ഡൽഹിയിൽ ഹൈജീൻ വളരെ കുറവായിരിക്കും. ഹൈജീൻ വൃത്തിയുള്ള സാധനമല്ല. എല്ലാവരും ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ ഭയങ്കര അഭിപ്രായം പറയും, ജമാ മസ്ജിദിൻ്റെ അടുത്തൊക്കെ. ഭക്ഷണം നമുക്ക് ഈ ഒരു ലെവൽ വരെ നോക്കാൻ പറ്റും, താഴോട്ട് നോക്കാൻ പറ്റില്ല. ഭക്ഷണം സെർവ് ചെയ്യുന്ന താഴത്തൊക്കെ പല എലി ചത്ത് കിടക്കുന്നതൊക്കെ ഉണ്ടാവും. എന്നാലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ? ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പകുതി കഴിക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഷാജിയേട്ടാന്ന് പറയുമ്പോൾ. രുചി ഉണ്ടല്ലോ ഷാജിയേട്ടാ. ഉണക്കമീനിന് രുചിയുണ്ട് പറഞ്ഞ പോലെ. ഓക്കെ, എനിക്ക് ബാസിം വന്നപ്പോൾ മുതൽ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് വെള്ളം ഊറിനെന്ന് മനസ്സിലാവുന്നില്ല ഇതുവരെ. ഇവിടെ എവിടെ കൂടുതൽ ഭക്ഷണം കഴിക്കാറ്? ഞാൻ ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കും. ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടുത്തെ? എനിക്കിവിടെ ഷാർജയിൽ ഒരു സുനീസ് കിച്ചൺ ഉണ്ട്. സുനീസ് കിച്ചണോ? കേൾക്കണം. സുനീസ് കിച്ചണിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡ്. അതെ, ഷാർജയിൽ താമസം. ഷാർജയിൽ എവിടെയാണ്? അബുഷാറ തന്നെയാണ് താമസം. സുനീസ് കിച്ചണാണ്. ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ വേറെ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. മീൽസ് ഒക്കെ ചോറായിക്കോട്ടെ, മീനിൻ്റെ തലക്കറി ഭയങ്കര ഇഷ്ടം. ഞാൻ ആഴ്ചയിൽ 3 ദിവസം തലക്കറി കഴിക്കും. വലിയ തലക്കറി. കൊടംപുളി ഇട്ടാലും തലക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിവാഹം കഴിച്ചിരുന്ന കൊല്ലത്തുനിന്ന്. തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലം അറിയാലോ, അവിടെ അത്രയും മാത്രം ഫിഷ് ഒന്നുമില്ല, കുറച്ചേക്കുള്ള. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിര കിളിമീനൊക്കെ ആയിരുന്നു. കൊല്ലത്ത് വന്നപ്പോൾ വൈവിധ്യമാർന്ന മത്സ്യം കണ്ടു. നീണ്ടവരെ പോയി വാടിയിലൊക്കെ പോയി ലേലം പിടിക്കാൻ തുടങ്ങി. അപ്പം കൊല്ലത്ത് എവിടെ വൈഫിൻ്റെ വീട്? കേരളപുരം. അപ്പോൾ അങ്ങനെ കൊല്ലത്ത് ഞാൻ മീൻ കഴിക്കാനും വന്നിട്ടുണ്ട്, പിന്നെ മട്ടൻ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൊല്ലത്തൊക്കെ പോവാം. ഫിഷ് എല്ലായിടത്തും ഫിഷിന്റെ വെറൈറ്റി എവിടെ കൂടുതൽ കഴിച്ചേക്കണേ? കൊല്ലം തന്നെ ഒരുപാട് കഴിച്ചിട്ടുള്ളത്. പിന്നെ കഴിച്ചിട്ടുള്ളത് മംഗലാപുരമാണ്. മംഗലാപുരം ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് ആണുള്ളത്. പിന്നെ ആലപ്പുഴ അറിയാലോ, അവർ കരിമീനും അങ്ങനെയൊക്കെ ആയിട്ട്. വീട്ടുകാരോട് ട്രാവൽ ചെയ്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വീട്ടിൽ ട്രാവൽ രാജ്യങ്ങൾ കുറവാണ്, കൂടുതലായിട്ട് ഞാൻ പിന്നെ വൈഫാണ് ഉണ്ടാവാറ്, അങ്ങനെയൊക്കെ ആയിട്ട്. വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? വൈഫിന് ഏറ്റവും ഇഷ്ടം കോണ്ടി, അറബിക്, പിന്നെ എന്നെയാണ്. അതെ, എന്നെയാണ്. ഈ നിഷ്കളങ്കത എപ്പോഴും കൂടെ ഉണ്ട്. അതെ, അഭിനയമാണ് കേട്ടോ ഫുള്ള്. അതെ, ഞങ്ങൾ അഭിനയം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് പുള്ളി പറഞ്ഞായിരുന്നു, അങ്ങനെ വെച്ചാൽ. ഫുൾ പ്ലാൻഡ് ഇന്റർവ്യൂ ആണെന്നല്ലേ? ഫുൾ പ്ലാൻഡ് ആണ്. അപ്പോൾ എന്തായാലും വന്നതിന് ഒരുപാട് സന്തോഷം. ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ നിങ്ങളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ കിച്ചണിലേക്ക് എന്തായാലും പോകണം. സുനീസ് കിച്ചണിൽ എന്തായാലും പോകണം. സുനീസ് കിച്ചണിൽ പ്രത്യേകം ഞാൻ അഡ്വർടൈസിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ ഫുഡ് ഫ്രീ ആയിട്ട് തരണം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വാങ്ങണം, ഫുഡ് തീർച്ചയായും. സുനീസിൽ പോകണം. നമ്മൾ പ്രിഫർ ചെയ്യുന്നൊരു കടയാണ്. ഊണായിക്കോട്ടെ, എല്ലാ കറികൾക്കും ഒരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളത് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവർ കോട്ടയംകാരാണ്. അതെ. അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ, പക്ഷെ എപ്പോഴും തിരക്കാണ് അവിടെ. കോട്ടയത്താണ് കൂടുതൽ കൊടംപുളിയൊക്കെ ഉപയോഗിക്കുന്നത്. അതെ, നമ്മൾ കൊടംപുളി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം. ഞാൻ പഠിച്ച് വാഗമണ്ണായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന കോട്ടയംകാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നമ്മുടെ ഫിഷിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, മാങ്ങാക്കറിയാണോ? അല്ല, മാങ്ങാക്കറിയല്ല, കൊടംപുളി ഇട്ട അതല്ല, മീനിന്റെ തോരൻ പോലെ. പീരത്തോരൻ, ഫിഷ് പീര ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് പീര മത്തിയിട്ട് വെക്കും. ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വെക്കുമല്ലേ? മത്തിയും മറ്റേ ചെറുമീനില്ലേ, കൊഴുവ. നിങ്ങളുടെ കൊഴുവെന്ന് പറയാം, ഞങ്ങളുടെ വത്തൽ, നത്തോലി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ കൊഴുവ, വത്തൽ എന്നാ പറയാം. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന തീരില്ല കേട്ടോ, കാരണം അത്രയും ഭക്ഷണം, വിശപ്പ് തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും നമുക്കിരിക്കാം, ഇനിയും വരണം. ദുബായിൽ എന്തായാലും വരാം. സുനീസ് കിച്ചണിൽ എന്തായാലും പോകുന്നുണ്ട്. ഓക്കെ, അവർക്ക് കൂടുതൽ പരസ്യമായി. അതെ, പരസ്യത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നവരെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് എന്തായാലും നന്ദി. ആയിക്കോട്ടെ, ഓക്കെ.